പ്രായമുള്ളവരുടെ കണ്ണീര് വീഴരുത്. വല്ലാതെ വേദനിച്ച് ഒരു കണ്ണീരും നമ്മുടെ വീട്ടിൽ വീഴാൻ ഇടയാകരുത്. ഇന്ന് രാത്രി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്, നിന്ദിക്കാത്ത, ആരെയും വേദനിപ്പിക്കാത്ത ഒരു ജീവിതത്തിൻ്റെ ഉടമയാക്കി എന്നെ മാറ്റണമേ. അങ്ങനെ ഒരു വീട്ടിലാണ് ആര് ജനിച്ചത്? യേശു കർത്താവ് ജനിച്ചത്. അടുത്തൊരു വാക്യം എന്നെ ധ്യാനിപ്പിച്ചു. 52-ാമത്തെ വാക്യം. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും കൃപയിൽ എന്ത് ചെയ്തു വന്നു? മുതിർന്നു വന്നു. ഉറക്കെ പറഞ്ഞേ, ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും കൃപ. മക്കളെല്ലാവരും ഉറക്കെ പറഞ്ഞേ മക്കളെ, ദൈവത്തിൻ്റെ കൃപ, മനുഷ്യൻ്റെ കൃപ. ഉറക്കെ പറഞ്ഞേ, കൃപ, പിന്നെ മനുഷ്യൻ്റെ കൃപ. ഒന്നുകൂടെ പറഞ്ഞേ, ദൈവത്തിൻ്റെ കൃപ, മനുഷ്യൻ്റെ കൃപ. അപ്പം വളരണമെങ്കിൽ 2 കൃപകൾ വേണം. ഒന്ന് ദൈവത്തിൻ്റെ കൃപ, അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. രണ്ടാമത്തെ അനുഗ്രഹം ആരുടെയാണെന്നറിയാമോ? അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം വേണം. അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം ഇല്ലാത്ത ഒരു മക്കൾക്കും നല്ല ഭാവി